നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിന്റെ 359 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓരോ നിമിഷവും വാർത്തകൾ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. വിവിധങ്ങളായ മാധ്യമങ്ങളിലൂടെ ലോകമെങ്ങുമുള്ള മനുഷ്യരെല്ലാം അതിന്റെ ഉപഭോക്താക്കളുമാണ്. വാർത്തകളിൽ നിന്നൊഴിഞ്ഞ ഒരു ജീവിതം ഇന്നും മനുഷ്യനില്ലെന്ന് തന്നെ പറയാം. വാർത്തകളെ നല്ലതെന്നും അല്ലാത്തതെന്നും വേർതിരിക്കുന്നതിൽ അർത്ഥമില്ലെങ്കിലും സദ്വാർത്തകൾ വളരെയൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നതൊരു വാസ്തവമാണ്. എങ്കിലും വല്ലപ്പോഴുമെങ്കിലും നല്ല വാർത്തകൾ മാധ്യമങ്ങളിൽ കാണുമ്പോൾ അതേക്കുറിച്ച് പറയാതെ പോവരുത്. അതൊരു ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞ ഒരു അവയവദാന വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഇതേക്കുറിച്ച് പറയുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. മാധ്യമ വിചാരത്തിലേക്ക് സ്വാഗതം. വാർത്തകൾ രണ്ട് തരമുണ്ട്. നല്ല വാർത്തയും നല്ലതല്ലാത്ത വാർത്തയും, ശുഭവാർത്തയും അശുഭ വാർത്തയും. പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ബത്ലഹേമിൽ യേശുവിൻ്റെ ജനനം സംഭവിച്ചപ്പോൾ ആ വിവരം ആ രാത്രിയിൽ ആട്ടിടയറെ ഉറക്കമൊഴിച്ച് കാത്തിരുന്ന, ആടുകളെ നോക്കി കാത്തിരുന്ന ആട്ടിടയറെ അറിയിച്ചത് ഒരു ദൂതനായിരുന്നു. ആ ദൂതൻ ആ വാർത്ത അവതരിപ്പിച്ചത് ഐ ആം ഹിയർ വിത്ത് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആമുഖം അങ്ങനെയായിരുന്നു. ഗുഡ് ന്യൂസ് എന്ന് പറയുമ്പോൾ സദ്വാർത്ത, സന്തോഷകരമായ നല്ല വാർത്ത. പക്ഷേ ഇന്ന് ഒരു ചാനൽ വാർത്താ അവതാരകനും ഇതാ ഞാനൊരു നല്ല വാർത്ത നിങ്ങൾക്ക് നൽകാൻ പോകുന്നു എന്ന ആമുഖത്തോടെ ഒരു വാർത്തയും പറയാനാവില്ല. കാരണം എപ്പോഴും നല്ല കാലത്തും അല്ലാത്ത കാലത്തും നല്ലതല്ലാത്ത, ശുഭകരമല്ലാത്ത വാർത്തകൾക്കാണ് വായനക്കാർ ഉണ്ടാകുന്നത്. ഒരു സാമാന്യ നീതിയായി, തത്വമായി, മാധ്യമ സമ്പ്രദായമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ യേശു ജനിച്ച സമയത്ത് മാധ്യമ പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ചരിത്രത്തെ രണ്ടായി പകുത്തു എന്നൊക്കെ പറയുന്ന ആ ജനനം അന്ന് വാർത്തയാകുമായിരുന്നില്ല. മറിച്ച് ഹെറോദേസ്, രാജാവായിരുന്ന ഹെറോദേസ് ആ പ്രദേശത്തെ 2 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ കൊല ചെയ്യാൻ നൽകിയ ഉത്തരവ് അതായിരുന്നിരിക്കും വാർത്ത. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം അന്ന് രാജാവിന്റെ ഭരണത്തിന് കീഴിൽ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുമായിരുന്നെങ്കിൽ. അങ്ങനെയാണ് ഈ വാർത്തയുടെ വികാസം, ഡെവലപ്മെന്റ് വരുന്നത്. ഇന്നും നമ്മുടെ ബൈബിളിൽ ആ കുട്ടികളുടെ, അവരുടെ അമ്മമാരുടെ ആ കൂട്ടക്കരച്ചിൽ, അതാണല്ലോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാലത്ത്, ഈ ആധുനിക കാലത്ത് ഈ ഹെറോദേസ് രാജാവിന്റെ പിന്മുറക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഗാസയിൽ നമ്മൾ കേൾക്കുന്നത് കൂട്ടക്കരച്ചിൽ, വിലാപം, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാരുടെ കരച്ചിൽ, അതല്ലേ നമ്മൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇന്നും അതല്ലേ വാർത്ത, അതാണ് വാർത്തയായി നൽകുന്നത്. അതുകൊണ്ട് ഈ ഏത് രീതിയിൽ ആയാലും വാർത്ത എന്നത് എപ്പോഴും നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് എന്ന വാക്കുകൾ ഉപയോഗിക്കാമെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. പണ്ട് എന്ന് വെച്ചാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഡിറ്ററായി കൊച്ചിയിൽ നിന്ന് സിറ്റിസൺ എന്നൊരു വാരിക ഇറക്കുകയുണ്ടായി. സിറ്റിസൺ എന്ന് പറഞ്ഞാൽ പൗരൻ എന്നല്ല അർത്ഥം, നഗരത്തിന്റെ സൂര്യൻ എന്നുള്ളതാണ്. അന്ന് ഓഫ്സെറ്റ് അച്ചടി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന കാലത്ത് ഓഫ്സെറ്റിൽ പ്രിന്റ് ചെയ്തിറക്കിയ വാരികയായിരുന്നു സിറ്റിസൺ. അതിന് പണം മുടക്കിയ ഉടമ KG നായർ, അദ്ദേഹം പറഞ്ഞത് നല്ല വാർത്തകൾ കൊടുക്കുക, എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായ ഒരു മനോഭാവം ഉണ്ടാകുക. അതൊരു പുതിയ രീതിയിലുള്ള ജേർണലിസം ആയിരുന്നു, ചലഞ്ചിങ് ആയിരുന്നു. ഞങ്ങൾ എവിടെയും നല്ലത് മാത്രം കണ്ടു, നല്ലത് മാത്രം കൊടുത്തു. പക്ഷെ വായനക്കാർ ഉണ്ടായില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ബൈബിളിലെ ഈ യേശുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഈ സദ്വാർത്ത എന്ന് പറഞ്ഞല്ലോ, ഗുഡ് ന്യൂസ്, സദ്വാർത്ത എന്ന പേരിൽ തന്നെ കൊച്ചിയിൽ നിന്ന് ഒരു മലയാള ദിനപത്രം കുറെ കാലം ഉണ്ടായിരുന്നു. നല്ല പത്രമായിരുന്നു. ഇന്നിപ്പോൾ
നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന പല മാധ്യമ പ്രവർത്തകരും അവരുടെയൊക്കെ കളരി ആ പത്രമായിരുന്നു. പക്ഷെ ഈ സദ്വാർത്ത എനിക്ക് തോന്നുന്ന പേരിന്റെ കൂടി പോരായ്മയായിരുന്നിരിക്കാം. സദ്വാർത്ത വായിക്കാൻ അധികം പേരുണ്ടായിരുന്നില്ല. സദ്വാർത്ത എന്ന പത്രം അധികം കാലം നിലനിന്നതുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മാധ്യമപ്രവർത്തകർ അറിയാതെ ചിലപ്പോൾ ചില നല്ല വാർത്താ ബുള്ളറ്റിനിലും പത്രങ്ങളിലും കടന്നുകൂടും എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അങ്ങനെയുള്ള ഒരു നല്ല വാർത്ത നമ്മൾ ഏറെക്കാലം വളരെ മോശമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കെ അതിനിടയിൽ ഒരു നല്ല വാർത്ത കടന്നു വന്നത്, ഒരു നല്ല മനുഷ്യൻ, ചെറുപ്പക്കാരൻ, അയാൾ റോഡ് കുറുകെ കടക്കുമ്പോൾ വാഹനം ഇടിച്ച് മരിച്ചു. ബ്രെയിൻ ഡെത്ത് എന്ന് പറയില്ലേ, മസ്തിഷ്ക മരണം, പിന്നെ ജീവനില്ല. ആ അവസ്ഥയിൽ അയാളുടെ ഈ ഐസക് ജോർജ് ജോമോൻ എന്ന നല്ല മനുഷ്യന്റെ, കൊല്ലം തേവലക്കര സ്വദേശിയാണ്, അയാളുടെ 6 അവയവങ്ങൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്തു. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചതിന് ശേഷം ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എടുത്ത് ആയിരിക്കാം തീരുമാനം. എന്തായാലും അങ്ങനെ തീരുമാനം ഉണ്ടായി. ആ ഹൃദയം 4 മണിക്കൂറിനകം ആവശ്യക്കാരനിൽ തുന്നിപ്പിടിപ്പിക്കണം. അത് എയർ ആംബുലൻസിൽ, സർക്കാർ നൽകിയ എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ എത്തിച്ച് ലിസി ആശുപത്രിയിൽ ആ ഹൃദയം വെച്ച് പിടിപ്പിച്ചു. അത് ആ പുതിയ ശരീരത്തിൽ ആ ഹൃദയം, സ്നേഹനിധിയായ ഒരു നല്ല മനുഷ്യന്റെ തുടിക്കുന്ന ഹൃദയം വീണ്ടും തുടിച്ചു തുടങ്ങി. അതൊരു നല്ല വാർത്തയാണ്. ലോകമെവിടെയും, നമ്മുടെ നാട്ടിൽ പോലും ജീവന് ഒരു വിലയും മൂല്യവും കൽപ്പിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യ ജീവനോടുള്ള ആദരവ്, താല്പര്യം, അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമം, അതിൽ ഉണ്ടാകുന്ന വിജയം, അതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനും അതിൻ്റെതായ മഹത്വമുണ്ട്. അത് ഗുഡ് ന്യൂസ് ആണ്. ബൈബിളിലെ ആ വാക്കുപയോഗിച്ചാൽ ഗുഡ് ന്യൂസ്, സദ്വാർത്തയാണ്. സദ്വാർത്തയ്ക്ക് വേണ്ടി മാത്രം ആരും പത്രം വായിക്കില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ മോശമായ വാർത്തകൾക്കിടയിൽ എപ്പോഴെങ്കിലും അപ്രകാരം ഒരു വാർത്ത കാണുമ്പോൾ അത് നമ്മെ തന്നെ ഒന്ന് നവീകരിക്കുന്നുണ്ട്. നമുക്കൊരു പുതിയ ഉന്മേഷം, ഉത്സാഹം നൽകുന്നുണ്ട്. അല്ലാതെയുള്ള വാർത്തകൾ എന്തൊക്കെയാ വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം, അല്ലെങ്കിൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ, അവിടെയൊക്കെ മരിക്കുന്നവരുടെ എണ്ണം എത്രയോ അധികം. ഒരു ലോകമഹായുദ്ധത്തിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഗസയിൽ മരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്, ദുഃഖിപ്പിക്കുന്നുണ്ട്, നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റപ്പെട്ട മരണങ്ങളും ചിലപ്പോൾ സംഭവിക്കുമ്പോഴും നമുക്ക് ആ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന ഒരു വാർത്ത അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിലെ യൂട്ട സർവകലാശാലയിൽ ഒരു ക്യാമ്പസ് സംവാദത്തിനിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ആൾ, ചാർലി കർക്ക്, ഒരു അജ്ഞാതന്റെ വെടിയേറ്റ് മരിച്ചു. ക്യാമ്പസിൽ നിന്നല്ല, ക്യാമ്പസിന് പുറത്ത് ഒരു മന്ദിരത്തിന് മുകളിൽ നിന്ന് വന്ന വെടിയുണ്ടയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രചാരകൻ ആണ്. അതിതീവ്രവാദപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഈ ചാർലി കർക്ക് സംഭവിച്ചു. പൊളിറ്റിക്കൽ അസാസിനേഷൻ എന്നാണ് അവിടുത്തെ ഗവർണർ ആ കൊലപാതകത്തെ വിശേഷിപ്പിച്ചത്. അത്തരം സംഭവങ്ങളും നടക്കുന്നുണ്ട്. അത് എപ്പോൾ അയാളുടെ നിലപാട് തെറ്റാകാം, ശരിയാകാം, നമുക്ക് യോജിപ്പില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. പക്ഷെ അപ്പോഴും ഒരു ക്യാമ്പസിൽ നടക്കുന്ന, ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ആരോഗ്യകരമായ സംവാദം നടക്കേണ്ട ഇടമാണ്. ആ സംവാദത്തിനിടയിൽ ആണ് അപ്രകാരം അറിയപ്പെടുന്ന ഒരാൾ കൊല ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ അത് നല്ല വാർത്തയോ നല്ലതല്ലാത്ത വാർത്തയോ, വാർത്തയെ അങ്ങനെ തരംതിരിക്കാനും വേർതിരിക്കാനും കഴിയില്ല എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷെ അപ്പോഴും വല്ലപ്പോഴുമെങ്കിലും ചില നല്ല വാർത്തകൾ, ഐസക് ജോർജ് ജോമോന്റെ അവയവദാനം പോലെയുള്ളത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വാർത്താ ചിത്രങ്ങൾക്ക് അടിക്കുറിപ്പ് അനിവാര്യമാണ്. പോയ വാരം മാധ്യമങ്ങളിൽ ദൃശ്യമായ വാർത്താ ചിത്രങ്ങളെ ബി ചന്ദ്രകുമാർ വിലയിരുത്തുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം.
സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ നേപ്പാളിൽ നടന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമാണ് പോയ വാരം ലോകം കണ്ട പ്രധാനപ്പെട്ട വാർത്താ ചിത്രങ്ങൾ. നേപ്പാൾ പാർലമെന്റ് മന്ദിരം തീയിട്ടതിന്റെയും തെരുവിലെ പ്രതിഷേധത്തിന്റെയും വ്യത്യസ്ത കാഴ്ചകൾ പത്രങ്ങളുടെ ഒന്നാം പേജിൽ നിറഞ്ഞു. മുൻ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തീയിട്ടതും അദ്ദേഹത്തിന്റെ ഭാര്യ വെന്തുമരിച്ചതും ഉൾപ്പെടെയുള്ള ദാരുണ വാർത്തകൾക്കൊപ്പം തീയിട്ട കെട്ടിടങ്ങൾക്ക് മുന്നിൽ നിന്ന് മൊബൈലിൽ സെൽഫി എടുക്കുന്നവരുടെ ചിത്രങ്ങളും പത്രങ്ങളിൽ കണ്ടു. 2 പേജാണ് ചില പത്രങ്ങൾ നേപ്പാളിലെ അക്രമ വാർത്തകൾക്കും ചിത്രങ്ങൾക്കുമായി നീക്കിവെച്ചത്. അതുകാരണം തിരുവനന്തപുരത്ത് നടന്ന ഓണാഘോഷ സമാപന ഘോഷയാത്രയുടെ ചിത്രങ്ങൾ ഉൾപേജുകളിൽ ഒതുങ്ങിപ്പോയി. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ കൊടി ഉയർത്തുന്ന ദൃശ്യം പത്രങ്ങളിൽ കണ്ടു. ഓണം വാരാഘോഷത്തിന്റെ മികച്ച വാർത്താ ചിത്രത്തിനുള്ള പുരസ്കാരം മെട്രോ വാർത്താ ദിനപത്രത്തിന്റെ ചീഫ് ഫോട്ടോഗ്രാഫർ KB ജയചന്ദ്രനും റിപ്പോർട്ടിംഗിനുള്ള പുരസ്കാരം മെട്രോ വാർത്താ ബ്യൂറോ ചീഫ് ശരത് ഉമയനെല്ലൂരിനും ലഭിച്ചു. ഓണാഘോഷത്തിന് കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ച ഡ്രോൺ ലൈറ്റ് ഷോയുടെ KB ജയചന്ദ്രൻ പകർത്തിയ മനോഹരമായ ദൃശ്യം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. നിയമസഭയിൽ ഒരുക്കിയ ഓണസദ്യക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമാശ പങ്കുവയ്ക്കുന്നതിന്റെയും ചിത്രങ്ങളും പത്രങ്ങളിൽ കണ്ടു. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈന ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നതും ചൈനീസ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതുമായ ദൃശ്യങ്ങളും പോയ വാരം ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു. ഖത്തറിലെ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ ദൃശ്യവും പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഇടം പിടിച്ചു. ഗാസയിൽ ഇസ്രായേൽ ബോംബിടുന്ന റോയിറ്റേഴ്സ് പങ്കുവച്ച ചിത്രവും പത്രങ്ങളിൽ കണ്ടു. വേണമെങ്കിൽ സൂര്യകാന്തിപ്പാടം കേരളത്തിലും ഉണ്ടാക്കാം എന്ന് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് തെളിയിച്ചു. അവരുടെ ക്യാമ്പസിനോട് ചേർന്ന് ഒരുക്കിയ സൂര്യകാന്തിപ്പാടത്തിന്റെ അരവിന്ദ് ബാല പങ്കുവച്ച ഒരു ഫോട്ടോ മനോരമയിൽ കണ്ടു. വാർത്താ ചിത്രങ്ങൾക്ക് അടിക്കുറിപ്പ് ഒരു അനിവാര്യതയാണ്. എല്ലാ വാർത്താ ചിത്രങ്ങൾക്കും അടിക്കുറിപ്പ് കൃത്യമായി നൽകുന്ന രീതിയാണ് കാലങ്ങളായി പത്രങ്ങൾ പിന്തുടർന്നു വരുന്നത്. എന്നാൽ മലയാളത്തിലെ ഒരു പത്രം ചിത്രങ്ങൾക്ക് അടിക്കുറിപ്പ് നൽകുന്നതിൽ താല്പര്യം കാണിക്കുന്നേയില്ല. വാർത്തകൾക്കൊപ്പമാണ് ഫോട്ടോ നൽകുന്നതെങ്കിലും വാർത്താ ചിത്രങ്ങൾക്ക് അടിക്കുറിപ്പ് നൽകാതിരിക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല. മാധ്യമങ്ങളിലെ രസകരമായ പ്രയോഗങ്ങളിലൂടെ ഓണത്തെക്കുറിച്ചുള്ള വിവരം വായനക്കാരിലേക്ക് എത്തിയതിനെക്കുറിച്ചാണ് വാക്കിലെ ശരിയിൽ ഇത്തവണ SD പ്രിൻസ് പറയുന്നത്. ഓണക്കാലത്തിന് തിരശ്ശീല വീണെങ്കിലും ഓണക്കാലത്തെ മാധ്യമചിത്രം മനസ്സിൽ ഇന്നും സജീവമാണ്. അതിനൊരു കാരണമുണ്ട്. ഓണം പൂത്തിറങ്ങിയത് മാധ്യമങ്ങളിലൂടെയാണല്ലോ. ഓണവുമായി ബന്ധപ്പെട്ട പ്രധാന ബിംബങ്ങളിലൊന്ന് പൂക്കളമാണ്. നമ്മുടെ പത്രങ്ങളിലെ മാസ്റ്റേഡ് നിറയെ പൂക്കളമായിരുന്നു. സാധാരണമായി പത്രത്തിന് ഒന്നാം പേജിൽ മാത്രമാണ് മാസ്റ്റേഡ് ഉണ്ടാവുക, അതായത് പത്രത്തിൻ്റെ പേരും മറ്റും എഴുതുന്ന ആ ഭാഗം. എന്നാൽ ഇന്ന് ഒന്നാം പേജ് തന്നെ എത്ര എണ്ണം വേണമെങ്കിലും ആകാമെന്നുള്ള സ്ഥിതിയായിട്ടുണ്ട്. 3-4 പേജുകളിൽ മാസ്റ്റേഡ് വയ്ക്കുന്നത് ഒരു ശീലമാണ് പത്രങ്ങൾക്ക്. അതുകൊണ്ട് ചില ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ ഡിസൈനിങ്ങിൽ വന്ന കാര്യമായ മാറ്റത്തിനനുസരിച്ച് മാസ്റ്റേഡിൽ വാർത്തയിലെ എന്തെങ്കിലും കാര്യം കൂടെ ചേർക്കുന്ന ഒരു രീതിയും വന്നിട്ടുണ്ട്. ഉദാഹരണമായി തിരുവോണ ദിവസം മാസ്റ്റേഡിൽ തന്നെ പത്രങ്ങൾ എഴുതുകയാണ് ഇന്ന് തിരുവോണം എന്ന്. ഇത്തവണ തിരുവോണം വന്നപ്പോൾ അത് നബിദിനവുമായിരുന്നു. ചില പത്രങ്ങൾ തിരുവോണമെന്ന് മാത്രം എഴുതി, ചിലർ തിരുവോണത്തിനും നബിദിനത്തിനും സ്ഥാനം നൽകി. മലയാള മനോരമയിൽ നോക്കുമ്പോൾ മറ്റൊരു പേജിലുള്ള മാസ്റ്റേഡിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് അധ്യാപക ദിനമെന്ന്. കാരണം ആ ദിവസം സെപ്റ്റംബർ 5 ആയിരുന്നു. അങ്ങനെ മാസ്റ്റേഡിൽ പൂക്കളം മാത്രമല്ല വാർത്തയുടെ എന്തെങ്കിലും അംശവും കൂടെ ചേർക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ പത്രങ്ങൾ എത്തിക്കഴിഞ്ഞു. ചില പത്രങ്ങൾ തിരുവോണം എന്ന് പറയാതെ തന്നെ ഓണത്തിൻ്റെ ചിത്രങ്ങൾ നൽകിക്കൊണ്ട് ആ ഒരു അർത്ഥം ഉണ്ടാക്കിയെടുത്തു. ഓണം എന്ന വാക്കിനെ പല രീതിയിൽ ഉപയോഗിക്കുന്നത് ഒരു വിനോദം പോലെ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. ഒന്നൊന്നര ഓണം, രുചി ഓണം, കളർ ഓണം, അങ്ങനെ പലതും കണ്ടിരുന്നു. KCL സെമിഫൈനൽ നടക്കുന്ന ദിവസം മിന്നിച്ചോണം എന്ന് പറയുന്നുണ്ട്. അതായത് മിന്നിച്ചു കൊള്ളണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ മിന്നിച്ചുകൊണ്ട് ഓണം എന്ന് വേണമെങ്കിലും നമുക്ക് ഊഹിക്കാം. എല്ലാവരും ചേർന്നിരുന്ന് ഓണം ആഘോഷിക്കുന്നതിനാണെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് ഒന്നിച്ചോണം എന്ന് എഴുതി കണ്ടു. KCL മത്സരം നടക്കുന്ന ദിവസം KCL കണ്ടോണം എന്ന് ഒരു പത്രം എഴുതി കണ്ടു. ഈ ഓണം തകർത്തോണം എന്നും എഴുതി കണ്ടു. ഒരു സെമിഫൈനൽ കളി നടക്കുന്ന ദിവസം സെമി ഓണം എന്നായിരുന്നു പത്രങ്ങളിലെ പ്രയോഗം. നഗരം നിറഞ്ഞോണം, കൈകോർത്തോണം, അങ്ങനെ പല പല പ്രയോഗങ്ങളും നമ്മുടെ പത്രങ്ങളിൽ നിറഞ്ഞു തന്നെ നിന്നു. ഓണക്കാലത്തെ സ്വർണ്ണ വിപണിയെക്കുറിച്ചാണെന്ന് തോന്നുന്നു
പൊന്നോണം എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. കാരണം ഈ ഓണം പൊന്നിൻ്റേതാണ് എന്നുള്ള മട്ടിൽ. അതിനിടെ ഒരു പ്രാദേശിക എഡിഷനിൽ മറ്റൊന്ന് കണ്ടു. അവിടെ വാഗ്ദാനങ്ങളൊന്നും പാലിച്ചില്ല, അതുകൊണ്ട് എന്തോ ഓണം ഫെസ്റ്റ് അവർ ബഹിഷ്കരിക്കുകയാണെന്നോ നടത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത. അവിടെ പറഞ്ഞത് പറ്റീരോണമെന്നാണ്. പതിവായി ജനങ്ങൾ, വിശേഷിച്ചും യുവജനങ്ങൾ ഉപയോഗിക്കുന്ന ചില ഇംഗ്ലീഷ് വാക്കുകൾ മലയാളത്തിലേക്ക് അതേപടി കയറി വരാറുണ്ട്. അതിന് മറ്റൊരു മലയാളം കണ്ടെത്താൻ ആരും നോക്കാറില്ല, കാരണം അത്രയേറെ പ്രചാരം അത് നേടിയിരിക്കും. മൂഡ് എന്ന വാക്ക് ഇത്തവണ ഓണക്കാലത്ത് നിറഞ്ഞു തന്നെ നിന്നു. ഓണം മൂഡ് എന്നൊക്കെ പറഞ്ഞ് പാട്ട് തന്നെ കേട്ടിട്ടുണ്ട്. പത്രങ്ങളിൽ മിക്ക ദിവസവും ഓണം മൂഡ് എന്ന ഒരു പ്രയോഗം കാണാനും ഉണ്ടായിരുന്നു. ഇത്തവണ ഓണം മൂഡ് പോലെ വന്നത് ഓണം വൈബാണ്. തന്ത വൈബ് എന്നൊരു പ്രയോഗം നേരത്തെ തന്നെ വന്ന സ്ഥിതിക്ക് വൈബ് എന്നത് ഇംഗ്ലീഷായി തന്നെ മലയാളത്തിലേക്ക് പ്രചാരം നേടിക്കഴിഞ്ഞു. ഓണം വൈബ് എന്ന് കാണാത്ത പത്രമേ ഇല്ലായിരുന്നു ഇത്തവണ. ഇങ്ങനെ ഇംഗ്ലീഷ് വാക്കുകൾ കടന്നു കയറുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു വശം കൂടി പറയണമല്ലോ. ഇംഗ്ലീഷ് പത്രങ്ങളിൽ ചില മലയാളം വാക്കുകൾ കയറുന്നുണ്ട്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നോക്കുമ്പോഴുണ്ട് ഒരു ശീർഷകം കിടക്കുന്നു, ഹാപ്പി അല്ലേ എന്ന്. ഇംഗ്ലീഷിലാണ് എഴുതിയെങ്കിലും സംഗതി മലയാളമാണല്ലോ. ഹാപ്പി ആകാൻ ഇതിനപ്പുറം വേറെന്ത് വേണം? മലയാളത്തിലെ രസകരമായ പ്രയോഗങ്ങളിലൊന്നാണ് കടുവായെ കിടുവ പിടിച്ചു എന്നത്. ഇതിലേറെ രസകരമായ കാര്യം ഇതിന് തത്തുല്യമായ ഒരു ഇംഗ്ലീഷ് പ്രയോഗം ഇല്ല എന്നതാണ്. ഏതായാലും കിടുവ എന്നൊരു പ്രയോഗം പല രീതിയിൽ ഇന്ന് മലയാളത്തിൽ കയറി വരുന്നുണ്ട്. കിടിലം എന്നതിനെ കുറേ കാലം മുമ്പ് നമ്മൾ കിടിലെന്നും കിടിലോ സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് കിടു എന്നാക്കിയിട്ടുണ്ട്. അങ്ങനെ കിടു ആയ ഒരു സംഗതിയാണ് കിടുവ എന്ന് പറയുന്നത്. വേണമെങ്കിൽ കടുവയുമായി ചേർത്തുള്ള കിടുവയായിട്ട് പ്രയോഗിക്കാം. KCL കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടം നേടിയപ്പോൾ കൊച്ചി കിടുവ എന്നൊരു പ്രയോഗം പത്രങ്ങളിൽ കണ്ടു. കൊച്ചി കിടുവാണ് എന്ന രീതിയിലാണല്ലോ പറയുന്നത്, എന്നാലും അവിടെ കിടുവായുടെ കാര്യം പറയുന്നുണ്ട്, കാരണം ടീമിലുണ്ടല്ലോ ഒരു കടുവ. കുറച്ചു കാലം മുമ്പ് 2020 മത്സരങ്ങൾക്കിടയിൽ ഇംഗ്ലണ്ടിനെ പറ്റി ഇതുപോലൊരു ശീർഷകം കണ്ടിരുന്നു, ഇംഗ്ലണ്ട് കിടുവ എന്നായിരുന്നു. അവിടെ ബംഗ്ലാ കടുവകളെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു ശീർഷകം വന്നത്. ചുരുക്കി പറഞ്ഞാൽ കടുവ എവിടെയുണ്ടോ അവിടെ കിടുവയും വരുമെന്നുള്ള കാര്യം നമ്മുടെ പത്രങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു വിശേഷാൽ പതിപ്പിൽ ഇംഗ്ലീഷിലുള്ള ഒരു വാക്യം കണ്ടത്. അത് ഒരു ഉദ്ധരണിയാണ്, ഒരു അഭിമുഖത്തിൽ ചേർത്തിരുന്ന ഒരു വാക്യമാണത്. അമേരിക്കൻ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായിരുന്ന ജോൺ ഹേഴ്സിയുടെ ഒരു വാക്യമാണത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ജേർണലിസം അലോസ് ഇറ്റ്സ് റീഡേഴ്സ് ടു വിറ്റ്നസ് ഹിസ്റ്ററി. ഫിക്ഷൻ ഗിവ്സ് ഇറ്റ്സ് റീഡേഴ്സ് an opportunity to live it. ഇവിടെ ഇറ്റ്സ് എന്ന വാക്കിനെ കുറിച്ചാണ് പറയാനുള്ളത്. ITS എന്ന് എഴുതുമ്പോൾ അതിൻ്റെ എന്നൊക്കെ അർത്ഥമാണ് വരുന്നത്. എന്നാൽ അതിൻ്റെ എന്നർത്ഥം വരണമെങ്കിൽ ITS എന്ന് നേരിട്ടങ്ങ് എഴുതണം. ഇറ്റ് കഴിഞ്ഞ് അപ്പോസ്ട്രഫി ടെസ്റ്റ് എഴുതിയാൽ ഇറ്റീസ് എന്നതിൻ്റെ ചുരുക്കമാണ് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഈ വാക്യത്തിൽ 2 സ്ഥലത്തും ഇറ്റീസ് എന്ന് വരുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്ട്രഫി അവിടെ വേണ്ടായിരുന്നു. അപ്പോസ്ട്രഫിയുടെ കാര്യം പറയുമ്പോൾ മനസ്സിൽ വരുന്നൊരു വാക്കാണ് അപ്പോസൽ, അതായത് അപ്പോസ്തലൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത്. അപ്പോസ്തലൻ എന്ന വാക്കിന് അർത്ഥം യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളെന്ന്, ഉപദേശകനെന്ന്, ഇങ്ങനെ വേദപ്രചാരകൻ എന്നൊക്കെയാണ് അതിനുള്ള അർത്ഥങ്ങൾ. ഇൻ്റർനെറ്റിലൂടെ ദൈവിക വചനങ്ങൾ പ്രചരിപ്പിച്ച ഒരു യുവാവിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അവിടെ കണ്ടത് സൈബർ അപ്പസ്തോലൻ ഇന്ന് വിശുദ്ധനാകും എന്നായിരുന്നു. സാധാരണമായി അപ്പോസ്തലൻ എന്ന് എഴുതിയാണ് നമുക്ക് പരിചയമുള്ളത്. ഇടയ്ക്ക് കുറച്ചു കാലം കത്തോലിക്ക സഭയുടെ ചില സാഹിത്യങ്ങളിലൊക്കെ അപ്പസ്തോലൻ എന്ന് അപൂർവമായി എഴുതി കണ്ടിരുന്നു. അതാണെന്ന് തോന്നുന്നു പത്രത്തിലെടുത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. സാധാരണമായി മലയാളിക്ക് കണ്ട് ശീലം അപ്പോസ്തലനാണ്. വാർത്ത എഴുതുമ്പോൾ വാർത്തയ്ക്കൊപ്പം വ്യക്തതയും ഉണ്ടാകണമെന്ന് പലരും പറയാറുണ്ട്. കേരളത്തിന് കഴിഞ്ഞ ദിവസം ഒരു നേട്ടമുണ്ടായതായി എല്ലാവരും അറിഞ്ഞിരുന്നു. അതായത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിലാണ് എന്ന അഭിമാനകരമായ ഒരു കാര്യം. ഇതൊരു പത്രത്തിൽ കണ്ടത് ശിശുമരണം കേരളം അമേരിക്കയ്ക്കും മാതൃക എന്നാണ്. മറ്റൊരു പത്രത്തിൽ കണ്ടത് ശിശുമരണ നിരക്ക് 5, രാജ്യത്ത് ഏറ്റവും കുറഞ്ഞത്. രണ്ടാമത് പറഞ്ഞതാണ് കുറെ കൂടി വ്യക്തമായിട്ടുള്ളത്. ശിശുമരണം കേരളം മാതൃക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മരണത്തിലെ കുറവെന്ന് മനസ്സിലാക്കണ്ടേ? അതിലൂടെ സാധിക്കുന്നു എന്ന കാര്യത്തിൽ തീർച്ചയായും സംശയമുണ്ട്. മാധ്യമജാലകത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.